3500 4000 ദാ. 2 മതി. ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി. ഹേയ് 4000-ന് വേണ്ടി ഒരുപാട് വഴക്കെട്ടല്ലേ, കുറയ്ക്കണ്ട. പിന്നെ ടിപ്പ് അത് ഇയാളുടെ പെർഫോമൻസിന്റെ ഗുണം. ദാ പിടിക്ക്. അതിനും കാരണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ? പിടിച്ചേ. 2 മതി. വെക്കടോ. നിങ്ങളായിരുന്നോ? ആരാ ഇവര്? മൈ ബ്രോസ്, ചേട്ടന്മാരാ. ഇവരോ? യാ. മോളു, ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം എന്ന് പറയുന്നത്? ദേ, ഇവരെ പറഞ്ഞു വിട്. പറഞ്ഞു വിടാനാ? ചതിക്കല്ലേ. രൂപ 500 കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ. എനിക്ക് കൂട്ടിന് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പറഞ്ഞു വിട്. നിനക്ക് ഞങ്ങള് ബോധിച്ചില്ലേ? ഇല്ല. അതെ. എവിടുന്ന് കിട്ടിയ സാധനത്തിന്? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ എന്നെയൊന്നും ഞാൻ അപ്പ കാണിച്ചു തരാം. ദയവേത് ആശുപത്രി എത്തുന്നവരെ മിണ്ടരുത്. ഒരനിയന്റെ അപേക്ഷയാണ്. എടാ, നിന്റെ ചേട്ടന്മാരുടെ വായടക്കം മാത്രം ആയാവുള്ളൂ. പ്ലീസ്. ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെ. അവരിനി മിണ്ടില്ല. വരൂ. ബേസിക്കലി വിവരമില്ലാത്തതിന്റെ കുറച്ച് വിവരമില്ലായ്മയുണ്ടെന്നേ ഉള്ളൂ. തന്നെയല്ലേ ചേട്ടന്മാര്? അനിയോ, എന്തോ കൊണ്ടടക്കണതൊക്കെ കൊള്ളാം. അവസാനം ഈ സാധനത്തിനെ കൊണ്ട് ചക്കാട്ടറവാട്ടിലേക്ക് വന്നേക്കണം. എന്നെ ആശുപത്രി കൊണ്ടാക്കാൻ ഇയാളെ കൊണ്ട് പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ കൂടെ വാ, ഇല്ലെങ്കിൽ എനിക്ക് തനിച്ച് പോകേണ്ടി വരും. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. അത് ഒരു മിനിറ്റ്, എന്നെ കൊണ്ടേ പോകും. അതെ, നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? സന്തോഷമായല്ലോ. എൻ്റെ 500 പോയി. പോകാം. ഓ, ഒരുപാട് പാമ്പുകളുണ്ട്, അതാ. വരൂ. ചക്കാട്ടമ്മേ, ചക്കാട്ടമ്മേ. ഓ, എന്ത് പറ്റി സുശീല? ആ കുര്യച്ചന്റെ ആൾക്കാർ തല്ലി ചതച്ചതാ. അയ്യോ, എന്റെ ചക്കാട്ടമ്മേ, എന്റെ ഭഗവതി. അയ്യോ, ഓ, നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി. ആ കുര്യച്ചനെ വെറുതെ വിടരുത്. എന്നാ കാര്യത്തിനാ? ഇവന് തോന്നിയാസത്തിന് പോയി കൊണ്ടതല്ലേ? അവളുടെ വാക്കും കേട്ടിച്ച് നമ്മളെ പറഞ്ഞു വിട്ടപ്പോഴും വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചുകൊണ്ടിരാനുള്ള പോക്കായിരിക്കും. മേടിച്ചോണ്ട് വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ചുമന്നോണ്ട് വരാൻ കുറെ ആൾക്കാരും. ഇറങ്ങി പോടാ. വാടാ. മോനെ, നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ. പക്ഷെ ഞങ്ങൾക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇന്ന് രാത്രി കുര്യച്ചനെ ഞങ്ങൾ തല്ലിയിരിക്കും. അതെ, ഗോപനെ തൊട്ടാ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവർ ഇന്നറിയും. ചെല്ലടാ, നീയൊക്കെ പോയ ഉണ്ടാക്ക്. എടാ ഗോപ, ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം. കണ്ണീ ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അതോ നിനക്ക് വേണ്ടി ജീവിക്കണോ എന്ന്. ദൂരത്തമ്മ വന്നേക്കുന്നു. നീ ആരോടാ അവനെ കുന്തോഷിക്കാൻ? ചവിട്ടി കൂട്ടും ഞങ്ങള്. വിടാൻ പറഞ്ഞില്ലേ? വിടാൻ. അവന് വിടാനോ പറഞ്ഞ? എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ?
ഇന്ന് എന്നെ കൈ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം. അതിനുവേണ്ടിയില്ല അവളോട് മോശമായിട്ട് പെരുമാറിയത്. എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഒരു അനിയനെയല്ല, കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള്. കൂടപ്പിറപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട. സുശീലിനും ചന്ദ്രനും ചെല്ല്. കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. വാ മോനെ. വാടാ ചേട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി. എന്താ വേണ്ടേ? നീ തന്നൂല. ഗോപുരം നീ അടിച്ചിടോ, ഓടിച്ചിടോ നിന്നെ. ചക്കക്കൂടം ശരിക്കൊന്ന് ചവിട്ടിക്കുട്ടിയ പിന്നെ പെറുക്കിയെടുക്കാൻ നിന്റെ ചുള പോലും കാണത്തില്ല കേട്ടോടാ. മുതലാളി, മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി? ഇതുവരെ എവിടെ ആയിരുന്നു? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചക്കാട്ടമ്മോ, ഓ ഗോപനിപ്പോ എഴുന്നേറ്റ് നടക്കാവോ അതോ ആരെങ്കിലും പിടിച്ച് നടത്തിക്കണോ? ഇങ്ങനെ അവൻ എഴുന്നേറ്റില്ല. ഞാൻ വിളിക്കാം. ഗോപാ, ഗോപാ, നിന്നെ കാണാൻ തന്നെ കപ്പേരിയേട്ടൻ വന്നിരിക്കുന്നു. ആ ചൂലിങ്ങിതാ ഞാൻ അടിക്കാം. ചക്കാട്ടം അവിടെ എങ്ങാനും പോയിരുന്നു. ഒരു സഹായത്തിനൊരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല. കാണ്ടിരിക്കുന്നു. വീട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം? അതും ഇല്ല. ഷാപ്പിന് പ്രയോജനമുണ്ട്. ഗോപനെ കാണാൻ വന്ന കണ്ടേച്ച് പോണം കേട്ടല്ല. പോട്ടെ വിജയ, ഒരു കളിത്തമാശ പറഞ്ഞതല്ലേ. തമാശ. മോനെ പതുക്കെ, അമ്മ പിടിക്കാം. അവിടെ ഇരിക്കും. എത്ര എണ്ണം കിട്ടി? എണ്ണി നോക്കാൻ പറ്റിയില്ല, രാത്രി ആയി പോയില്ലേ. ആ, അതില് വിഷമിക്കണ്ട. എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ. അല്ല, മണീൻ എങ്ങോട്ട് പോയി ചക്കട്ടമ്മേ? അയ്യോ, അത് പറയാൻ മറന്നുപോയി. അവനേ മാമച്ചനെയും കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുക. ഓ, അപ്പൊ ഉടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും. അയ്യോ, തല്ലല്ലേ വിജയ, അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞതല്ലേ. അല്ലല്ലോ ഇയാളെ ഞാൻ തല്ലത്തില്ല, തനിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ പിന്നെ മിണ്ടൂരിയടാ. അമ്മച്ചിയെ തല്ലു വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. വാ മനുഷ്യ, പറയട്ടെ, വന്നേ വന്നേ മനുഷ്യ, വാ വാ ഇങ്ങോട്ട്. ഈ മനുഷ്യൻ തല്ലു ചോദിച്ചു മേടിക്കും. എടി ചോദിച്ചാമോ, അവൻ പെണ്ണ് കാണാൻ പോയത് നന്നായി. അതെന്താ നിങ്ങൾക്കൊരു മനമാറ്റം? എടി, അവനൊരു വെടിമരുന്നാ. കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടെ ഒരു ചക്ക വീഴും. ഓ എന്റെ കർത്താവേ, ഒന്ന് വീഴ്ചേക്കണേ. ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല, നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജേ. ഗൾഫിലാ? അല്ല അത് പിന്നെ എന്തിന് ഗൾഫിൽ പോണം? കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. വേമ്പനാട്ടുകായലോ? എന്റെ അമ്മാവ, ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ടുകായൽ മതി. അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക. പിന്നെ എന്തിന് ഗൾഫിൽ പോണം? ആ പറഞ്ഞത് ശരിയാ. ആണോ?
അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പഠിത്തം അങ്ങ് നിർത്തി. ആലപ്പുഴയിലെ ബാസ് ഡോക്ടർ വീട്ടിലെ കുശിനിയായിരുന്നു 6-7 കൊല്ലം. അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ചൻ വിട്ടത്. അതും അടുത്ത് അവളിങ്ങ് പോന്നു. ശരിക്കും മാമച്ചനെ കല്യാണാലോചനയ്ക്ക് വിളിച്ചതല്ല അവള്, ഒരു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ. രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. ജലജയ്ക്ക് മണിയനെ ഇഷ്ടായോ? എന്നാ പിന്നെ ഇവർ രണ്ടുപേരും അകത്ത് പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തിരിക്കാം. അയ്യോ അതിനെന്താ, നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത്. എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി. ശരിക്കും ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഒരു വരൂ. പറഞ്ഞിട്ട് പോടൂ. വലിക്കല്ലേ, അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ. അകത്തെന്തായിരുന്നു? എടാ നാറി, അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ല മുള്ളുമുറിക്കാൻ കാരണം. ഇവൻ പറഞ്ഞ പോലെ എന്റെ സ്വഭാവം ചവിട്ടിക്കൂട്ടി ഞാൻ. മതി, അതിനേക്കാൾ മോശമായി ഇയാള്. ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക, എന്തായിരുന്നു അകത്ത്? ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. എന്തിനും ഏതിനും മാമച്ചൻ. ജലജേ, എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. 223366. പാത്രങ്ങളിൽ അലുമിനിയം ചിമ്മേ പിത്തള ഓടെ പഴയ